എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് അല്ലാതെ രാഹുൽ ഗാന്ധി ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ലഡാക്കിലെ കാര്യത്തിൽ, അല്ലെങ്കിൽ മണിപ്പൂരിലെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബീഹാറിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന വോട്ട് കൊള്ളയുടെ കാര്യത്തിൽ സംസാരിച്ചു, പത്രസമ്മേളനം നടത്തി, പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. ഇതല്ലേ, അത് അദ്ദേഹത്തിൻ്റെ പണിയാണ്. ഗവൺമെൻറ്റിനെ വിമർശിക്കാനാണ് പ്രതിപക്ഷം. അത് ന്യായമായി അദ്ദേഹം 6 മാസത്തെ ഗൃഹപാഠം ചെയ്തിട്ടാണ് ഈ വോട്ട് കൊള്ളയെപ്പറ്റി അദ്ദേഹം സംസാരിച്ചത്. വളരെ ഉത്തരവാദിത്വപൂർവ്വം അദ്ദേഹം പെരുമാറിയ ഒരു സംഗതിയാണത്. പിന്നെ ലഡാക്കിൽ നടന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചർച്ചയിൽ കേട്ട ഒരു കാര്യം അതാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തം ലോക്സഭാ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കണമെന്നേ. അതിനല്ലേ പോലീസ്. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അതിന് വകുപ്പുണ്ടല്ലോ. അങ്ങനെ മണിപ്പൂരിൽ കലാപമുണ്ടാക്കാനോ ലഡാക്കിൽ കലാപമുണ്ടാക്കാനോ ജനങ്ങളെ കുത്തിയിളക്കാനോ ആയുധം കയ്യിലെടുക്കാനോ പ്രേരണ ചെലുത്തി രാഹുൽ ഗാന്ധി എന്നുണ്ടെങ്കിൽ അതൊരു ചർച്ചയിൽ തീർക്കേണ്ടതല്ല. അതങ്ങനെ ഒരു വസ്തുതയാണെങ്കിൽ അത് നടപടിയെടുക്കണം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ചില്ലറയല്ല. ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. പിന്നെ ഞാനത് ആവർത്തിക്കുകയാണ്, ഭരണപക്ഷത്തെ ഒരു വക്താവ് പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്നൊരു സംഗതി ഇല്ല, ആവശ്യമില്ല. ഇവിടെ ഏകാധിപത്യം സർവാധിപത്യം മതി എന്നുള്ള ധിക്കാരത്തിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. അത് നമ്മുടെ ബഹുജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ ഒക്കെ പല തരത്തിൽ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ, രാഷ്ട്രീയ ബോധത്തെ ചീത്തയാക്കുന്ന ഒന്നാണ്. നിശ്ചയമായിട്ടും ഗവൺമെൻറ് ആര് പരാതി തന്നു ഇല്ല എന്ന് പരിഗണിക്കാതെ, അതൊരു ചർച്ചാ വിഷയമാക്കാതെ അതിന് കേസെടുക്കേണ്ടതാണ്. എൻ്റെ ഉത്തമ ബോധ്യം നമ്മുടെ പോലീസിൽ സംഘപരിവാറിൻ്റെ ശക്തി കൂടി വരുന്നു എന്നാണ്. അത് പറഞ്ഞത് വല്ലവരുമല്ല, ആനിരാജയാണ്. അവർ CPIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പിന്നെ അത് പറഞ്ഞത് BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. സംഘപരിവാറിൻ്റെ ശക്തി കൂടി വരുന്നു. പോലീസ് സ്റ്റേഷനിൽ CPMൻ്റെ ആളുകൾക്ക് അവഗണന കിട്ടുന്നു, അവഹേളനം കിട്ടുന്നു, മർദ്ദനം കിട്ടുന്നു എന്ന പരാതി നമ്മൾ പല ഭാഗത്തു നിന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു BJP MLA കൂടി ഇല്ലാത്ത അവസ്ഥയിൽ പോലും നമ്മുടെ പോലീസിൽ സ്വാധീനം ചെലുത്താൻ സംഘപരിവാറിന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് ഞാനിത് കാണുന്നത്. നമ്മുടെ സേനയിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ പലരും, ഉന്നത സ്ഥാനത്തിരുന്ന പലരും, TP സെൻകുമാർ, ജേക്കബ് തോമസ്, ശ്രീലേഖ തുടങ്ങിയുള്ള ആളിലൊക്കെ ചേരുന്നത് BJPയിലാണ്. പിന്നെ ഇപ്പോൾ MR അജിത് കുമാറിനെ പറ്റിയിട്ടുള്ള പരാതി എന്താ? അതിന് മറുപടി അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം RSSുമായിട്ട് രഹസ്യ ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റയെ പറ്റിയോ ശ്രീവാസ്തവയെ പറ്റിയോ ഒക്കെ ഇത്തരം പരാതികളുണ്ട്. അപ്പോൾ പോലീസ് BJPക്കെതിരായിട്ടോ RSനെതിരായിട്ടോ സ്വമേധയാ ഒരു കേസും എടുക്കുകയില്ല. ആ എടുക്കാത്തതിന് ഇവരെ പരാതി തന്നില്ല എന്നുള്ള വളരെ നിർഭാഗ്യവശാൽ വളരെ തുച്ഛമായൊരു വാദമാണത്. അതൊരു ഭരിക്കുന്ന കക്ഷിക്ക്, രണ്ടു കൂട്ടരും ഭരണത്തിലുള്ള ആളുകളാണ്. BJP കേന്ദ്രം ഭരിക്കുന്നു, CPM കേരളം ഭരിക്കുന്നു. ഭരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കൈകാര്യം നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിൽ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന, അതിനെ ഭീഷണിപ്പെടുത്തുന്ന ഈ തരത്തിലുള്ള കൊലവിളികൾ അനുവദിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് ഉടനെ തന്നെ പോലീസ് നടപടി എടുക്കേണ്ടതായിരുന്നു. ഇനി 4-ാം ദിവസമാണ് ഇത് വന്നതെങ്കിലും ഈ തരത്തിൽ ആ കടലാസ് ചവറ്റുകൊട്ടയിലിടാൻ നമ്മുടെ നിയമസഭാ സ്പീക്കർ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.